പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത് ഒരു നികുതിക്കെതിരെയല്ല, ഒരു നല്ല പദ്ധതിക്കെതിരെയുമല്ല, ഹരിതകർമ്മസേനയിലെ തൊഴിലാളികൾക്കെതിരെയുമല്ല. നീതിക്കും ന്യായത്തിനും ജനങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടിയാണ്. കേരളം ഇന്ന് രാജ്യത്തിന് മാതൃകയാകുന്ന ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക വികസനം, തദ്ദേശ സ്വയംഭരണം ഇവയിലെല്ലാം നാം അഭിമാനിക്കുന്നു. അതുപോലെ ശുചിത്വത്തിലും കേരളം മുന്നിലായിരിക്കണം എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക, ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക, പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കുക, ഈ ലക്ഷ്യങ്ങളോടെയാണ് ഹരിതകർമ്മസേന രൂപീകരിച്ചത്. ഈ ആശയം തെറ്റായിരുന്നില്ല. എന്നാൽ ഒരു നല്ല ആശയം തെറ്റായ രീതിയിൽ നടപ്പാക്കിയാൽ അത് ജനങ്ങൾക്ക് അനുഗ്രഹമല്ല, അത് ഭാരമാകും. ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് അതാണ്. ഇന്ന് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് ഒരു നിർബന്ധിത പിരിവായി മാറിയിരിക്കുന്നു. വീടുകൾക്ക് ഫീസ്, കടകൾക്ക് ഫീസ്, അടച്ചില്ലെങ്കിൽ പിഴ, ലൈസൻസ് പുതുക്കണമെങ്കിൽ യൂസർ ഫീസ് അടച്ചിരിക്കണം, പുതിയ സ്ഥാപനം തുടങ്ങണമെങ്കിൽ യൂസർ ഫീസ് അടച്ചിരിക്കണം. ഇവിടെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്, ഇത് സേവനമാണോ അതോ നിർബന്ധിത നികുതിയോ? മാലിന്യം ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് എന്താണ് ശേഖരിക്കുന്നത്? മാലിന്യമില്ലെങ്കിൽ സേവനം എവിടെ? സേവനമില്ലെങ്കിൽ ഫീസ് എന്തിന്? ഈ ചോദ്യങ്ങൾക്ക് ഇന്നുവരെ വ്യക്തമായ മറുപടി ആരും നൽകിയിട്ടില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് നികുതി ഈടാക്കാം, പക്ഷേ സേവനം നൽകാതെ സേവന നിരക്ക് ഈടാക്കാൻ ഒരു ഭരണകൂടത്തിനും ധാർമ്മിക അവകാശമില്ല. കർഷകർക്ക് കൃഷി നഷ്ടപ്പെട്ടാൽ സർക്കാർ സഹായം പ്രഖ്യാപിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതമുണ്ടായാൽ സർക്കാർ സഹായിക്കും. പക്ഷേ നഷ്ടത്തിലായ വ്യാപാരിയെ കൊണ്ട് സർക്കാർ വീണ്ടും ഫീസ് അടപ്പിക്കുന്നു. ഇത് എന്ത് നീതിയാണ്? ഈ പ്രതിഷേധം ഒരു അന്യായ നയത്തിനെതിരെയാണ്. ജനങ്ങളുടെ സഹകരണം കൊണ്ടാണ് ശുചിത്വം ഉണ്ടാകുന്നത്. ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്തണമെങ്കിൽ അത് ആദ്യം അവരുടെ മേലുള്ള ജനവിശ്വാസം ശക്തിപ്പെടുത്തണം. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പദ്ധതിക്കും ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചില ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സേവനം ലഭിക്കുന്നവർക്ക് മാത്രം സേവന ഫീസ് ചാർജ് ചെയ്യുക, നോ സർവീസ് നോ ഫീ എന്ന തത്വം നടപ്പാക്കണം. മാലിന്യത്തിൻ്റെ അളവ് അനുസരിച്ചുള്ള ഫീസ് സംവിധാനം കൊണ്ടുവരണം. ഇതാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടപ്പാക്കുന്ന ശാസ്ത്രീയ രീതി. നിലവിലെ യൂസർ ഫീസ് നയം സമഗ്രമായി പുനഃപരിശോധിക്കുക. സർക്കാർ ജനങ്ങളുടെ പ്രതിഷേധം കേൾക്കണം. പ്രതിഷേധിക്കുന്നവർ പരിസ്ഥിതി വിരോധികളല്ല. സേവനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫീസ് സംവിധാനം നടപ്പാക്കുക. ശുചിത്വവും നീതിയും നിലനിർത്തുക. പരിസ്ഥിതിയെയും ജനങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കുക. അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക. അതാണ് ജനാധിപത്യം. അതായിരിക്കും നല്ല ഭരണം. അത് കേരളം ആഗ്രഹിക്കുന്നു.